ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും എൻ്റെ ഫാമിലിയും സുഖമായിട്ടിരിക്കുന്നു. ഇന്നലെ കുറച്ച് ഉണക്കക്കപ്പി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ അത് വറ്റൽമുളകിട്ട് ഉലർത്തിയെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആ കൂട്ടത്തിൽ ഇന്നത്തെ രാവിലത്തെ കുറച്ച് തിരക്ക് പിടിച്ച കാര്യങ്ങളും കാണിച്ചു തരാം കേട്ടോ. കപ്പയെല്ലാം തിരുമ്മി കഴുകി ഞാനൊരു കലത്തയിൽ അടുപ്പിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും ഞാൻ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് അത് വേവാൻ വേണ്ടി മൂട്ടി വെച്ചു. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് വറ്റൽമുളകും ഉള്ളിയും കൂടെയും കൂടിയിട്ടെടുത്ത് ഒന്ന് ഇടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കപ്പ വേവുന്ന സമയം കൊണ്ട് അടുത്ത കുറച്ച് പണിക്കുള്ള പരിപാടിയാണ് കേട്ടോ. മോൻ്റെ യൂണിഫോം തേച്ച് കൊടുക്കുകയാണ്. പിന്നെ അപ്പോഴേക്കും കുഞ്ഞ് കിടന്ന് അനങ്ങുന്ന പോലെ തോന്നി. ഓടിപ്പോയി നോക്കിയപ്പോൾ നല്ല ഉറക്കമാണ് ആൾ. അതിനുശേഷം ഞാൻ കുറച്ച് തുണി നനയ്ക്കാൻ വേണ്ടി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കണ്ണമ്മോന് കഴിക്കാനുള്ള ചോറ് എടുത്തു കൊടുത്തു. ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും അവന് ആവശ്യമില്ല കേട്ടോ. ഊണൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പോകാനുള്ള നേരമായി. 8:15 8:20 ഒക്കെ ആയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ റോഡിൽ നിന്ന് ആൾ കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണമ്മോനെ പറഞ്ഞു വിട്ടിട്ട് കയറി വന്നപ്പോഴേക്കും കപ്പ വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ചട്ടി എടുത്ത് അടുപ്പയിൽ വെച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ആ കടുക് പൊട്ടിത്തെറിക്കാനുള്ള വെയിറ്റിങ്ങിലായിരുന്നു. കടുക് പൊട്ടിത്തെറിച്ച് വന്നപ്പോഴേക്കും നമ്മൾ ഇടിച്ച് വെച്ചായിരുന്ന വറ്റൽമുളകും ഉള്ളിയും കൂടെയും കൂടിയിട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തു. അതൊന്ന് സെറ്റായി വന്നപ്പോഴേക്കും നമ്മൾ ആ വേവിച്ച് വെച്ചായിരുന്ന കപ്പയെല്ലാം ഇട്ട് കൊടുക്കുവാണേ. കപ്പ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം പിന്നെ ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കുക. കറിവേപ്പില ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. എൻ്റെ കറിവേപ്പിലയൊക്കെ തീർന്നത് കൊണ്ട് ഞാൻ കറിവേപ്പില ഒന്നും ചേർക്കുന്നില്ല. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ നമ്മുടെ കപ്പ ഉലത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഉണക്കക്കപ്പ ആയതുകൊണ്ട് വേകാൻ കുറച്ച് ടൈം എടുത്തായിരുന്നു കേട്ടോ. അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇളക്കിയെടുത്തപ്പോൾ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അലക്കാനിട്ടായിരുന്ന തുണിയെല്ലാം നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ആ തുണിയെല്ലാം കൂടെ പറക്കി ഒരു ബക്കറ്റിലേക്ക് മാറ്റി വെച്ചു. തുണിയെല്ലാം ബക്കറ്റിലാക്കി വെച്ചതിന് ശേഷം ഞാൻ അകത്തേക്ക് വന്ന് നോക്കിയപ്പോൾ എൻ്റെ കുട്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ് വരുന്ന വഴി തന്നെ ഹാളിൽ കസേരയിൽ കയറി നിന്ന് ഭയങ്കര കളിയാണ് ആൾ. അവിടെ നിന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടിയാൽ വീഴുമെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ഇരിക്കാനൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ആളതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അവസാനം ആ കസേരയിൽ തന്നെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണേ. പിന്നെ ഞാനും എൻ്റെ കുട്ടിയും കൂടി മീൻ തീറ്റ കൊടുക്കാൻ പോയി. ചെറിയ ചെറിയ മീനുകൾ ഇങ്ങനെ പൊങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. വലിയ മീനുകളൊക്കെ ഇതിൻ്റെ അടിയിലാണ് കേട്ടോ ഉള്ളത്. കുറച്ച് നേരം ഞങ്ങൾ അമ്പാടിക്കുട്ടനും ഞാനും കൂടെ മീനൊക്കെ നോക്കി നിന്നിട്ട് ഞങ്ങൾ വീണ്ടും അകത്തേക്ക് കയറി പോകുന്നു കേട്ടോ. പിന്നെ വർക്ക് ഏരിയയിൽ വന്നവൻ ബക്കറ്റ് പൊക്കലായി, ഓരോരോ പണികൾ കാണിക്കലായി. എന്തേലും കാണിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞാനും അവിടെ മിണ്ടാതെ നിന്നു കേട്ടോ. എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തൊട്ട് കാറി പൊളിക്കാൻ തുടങ്ങും ഗൈസ്. അതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല. അത്യാവശ്യം പണിയൊക്കെ ഒതുക്കിയിട്ട് ഞാനൊന്ന് അകത്ത് വന്ന് കപ്പ കഴിക്കാൻ വിചാരിച്ചു. കപ്പയുടെ കൂടെ നല്ല ചായയും ഇന്നലത്തെ നല്ല ചിക്കറിയും ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം കുട്ടീനെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അത്യാവശ്യം കാപ്പിയൊക്കെ കുടിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. അതുമാത്രം പോരാ, എൻ്റെ വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ.